എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കാത്തന്റെ കിഴിയിലേക്ക് പോവാം. യെസ്. എന്താണ് അജണ്ട? എന്താ അജണ്ട? പറഞ്ഞു. തമിഴ്. ഓക്കെ. ഏറ്റവും കൂടുതൽ തമിഴ് കിട്ടുന്നവർ വിജയിക്കും. ഹെഡ് ഫസ്റ്റ് വൺ. തുടക്കം ഇങ്ങനെ നോക്കണ്ട അല്ലേ? യാ, ഫസ്റ്റ് വൺ പല്ലോട്ടി 90 കിഡ്സ് OTT റിലീസുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഡിസംബർ 18 മനോരമ മാക്സിൽ പല്ലോട്ടി ഒട്ടും സ്ട്രീമിംഗ് തുടങ്ങും. പല്ലോട്ടി ഒട്ടും. യാ, അല്ലേ? ഒട്ടി തുടങ്ങും മനോരമ മാക്സുമായിട്ട്. യാ. അടുത്തത് ബറോസ് സിനിമയുടെ ഹിന്ദി ട്രെയിലർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അക്ഷയ് കുമാറൊക്കെ ഉണ്ട്. ഒരു സ്റ്റില് വന്നിട്ടുണ്ട്, രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന. നീ സ്റ്റില്ലേ കണ്ടിട്ടുള്ളൂ? ഞാൻ വീഡിയോയും കണ്ടായിരുന്നു, കൊറേ വീഡിയോ ഉണ്ടായിരുന്നു. അത് വീഡിയോ കണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. എന്താണ് ആ സ്റ്റില്ലിൽ ഇത്ര ഇഷ്ടം തോന്നിയത്? ആ സ്റ്റില്ല് ഞാൻ ഈ കാണിക്കണ്ടേ? അതാണ് എന്റെ കയ്യിലാ വേണ്ടേ? അത് ഞാൻ കിട്ടുന്നുണ്ട്. അതെന്റെയിലുണ്ട്. രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കണം. എന്തായാലും അക്ഷയ് കുമാർ പറഞ്ഞത് തൻ്റെ മകളെ ഞാൻ എന്തായാലും ബാറോസ് കാണിപ്പിക്കും, എന്നിട്ട് ആള് സന്തോഷിക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കും. ആള് സന്തോഷിച്ചാൽ ഞാനും ഹാപ്പി. അതാണ് പറഞ്ഞത്. ഇതൊരു പ്രൊമോഷന്റെ മറ്റൊരു രീതിയല്ലേ എന്നൊരു ചോദ്യം. അത് പ്രൊമോഷന്റെ മാത്രമല്ല അതിന്റെ രീതി. എന്റെ കാര്യം പറഞ്ഞുതരാം. എന്താണ്? അത് മകൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ റീമേക്ക് കൊണ്ടുപോകാം എന്ന് കരുതിയിട്ടുള്ള കളിയായിരിക്കും. അത്രേ ഉള്ളൂ. ഇത് കൊണ്ടുപോലെ എന്തായാലും അത് ശരിയാണല്ലോ അല്ലെ? രണ്ട് ഭൂതം ശരിയാവൂല, ഒരു ഭൂതം മതി. അല്ലെങ്കിൽ ഞാൻ ഈ പരിപാടി കുറെ ചെയ്തിട്ടുണ്ട്. അല്ല, അതൊന്നും നോക്കൂല ആള്, അത് വേറെ കാര്യം. അങ്ങനെ നോക്കുവായിരുന്നെങ്കിൽ ആള് കൊറേ സിനിമകൾ ഈ അടുത്ത് വന്നൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെ നോക്കി ചെയ്യുന്ന ആളാണെങ്കിൽ. അതെ, ഓക്കെ. അതായത് ഇത് പ്രൊമോഷന്റെ ഒരു ഇതിനിട്ട് കൊടുത്തതാണോ എന്ന് ഞാൻ ചോദിക്കാൻ കാരണം എന്താ അറിയോ? കുട്ടികൾക്ക് പറ്റുന്ന കൂടുതലായിട്ടും കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാണല്ലോ ബാറോസ്. അപ്പൊ ആ രീതിയിൽ നിങ്ങളൊക്കെ കുട്ടികളെയും കൊണ്ട് പോകൂ. അയ്യോ, കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പുതിയൊരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ, കോണ്ടസ്റ്റ്. എന്താണ്? ബാറോസും 1000 കുട്ടികളെന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ ചിത്രരചനാ മത്സരം നടക്കാൻ പോകുന്നുണ്ട്. ഓക്കെ. അടുത്ത കിഴി ലക്കി ഭാസ്കർ OTT റിലീസായിട്ടുണ്ടായിരുന്നു. നെറ്റ്ഫ്ലിക്സിൽ ട്രെൻഡിങ് 1 ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 2 ആഴ്ച ആയിട്ടും ട്രെൻഡിങ് 1 ലക്കി ഭാസ്കറാണ്. മാറിയിട്ടില്ല, മാറത്തില്ലടാ. അതാണ് ക്വാളിറ്റി. അതൊക്കെയാണ് പീക്ക് സിനിമ അല്ലേ? പിന്നല്ലാണ്ട് കാണാം. അതെ. അടുത്തത് റിപ്പീറ്റ് വാല്യൂ ഉണ്ട് ഭയങ്കരമായിട്ട്. വാടാ സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ നന്ദമൂരി ബാലകൃഷ്ണൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇതിന്റെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ടീസറും. ഓക്കെ. 25-ാം തീയതി സെപ്റ്റംബർ 25, 2025 സിനിമ റിലീസ്. അഖണ്ഡ. അപ്പോൾ അഘോരിയുടെ പൂന്തുളയാട്ട താണ്ഡവം വന്ന് കാണാം. ഓക്കെ. വമ്പൻ ഹൈപ്പിൽ വരുന്നത് ഒന്നാമത് അഖണ്ഡ ഭയങ്കര ഹിറ്റ് ആയിരുന്നു. അവിടെ ഭയങ്കര ഹിറ്റ് ആയ സിനിമ. ഫസ്റ്റ് 100 കോടി ക്ലബ് അതല്ലേ? ഉറപ്പായിട്ടും പാൻ ഇന്ത്യൻ ആയിട്ട് വമ്പൻ സംഭവമായിട്ട് തകർക്കും. ഓക്കെ. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് കിടിലൻ. പർപ്പിളാണ്. അതിന്റെ ബാക്കിലേക്ക് ഒക്കെ പർപ്പിൾ. അതെ, അത് ഒരുപാട് പേഴ്സ് നിറച്ചു വെച്ചിരിക്കുകയാണ്. എന്തായാലും പർപ്പിളിന് ഇത്രയും സൗന്ദര്യം ഉണ്ടെന്നുള്ളത് പറഞ്ഞത്. പർപ്പിൾ അല്ലെങ്കിൽ ഭയങ്കര സൗന്ദര്യ. അത് ശരിയാ. മമ്മൂക്കൻ കൂടെ അങ്ങോട്ട് വന്നപ്പോ സൗന്ദര്യം കുറച്ചുകൂടി. അടുത്തത് ഹരിഹര വീരമല്ലു. അല്ല, തമിഴില്ലേ? അറിയത്തില്ല, നോക്കാം. എന്താണെങ്കിലും ഡിസംബർ 22-ാം തീയതി സിനിമയുടെ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. പിന്നെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫസ്റ്റ് സിംഗിളും പിന്നെ മേക്കിംഗ് വീഡിയോയും പുറത്തു വരുമെന്നാണ് കേൾക്കുന്നത്. ഫസ്റ്റ് സിംഗിള് ഇതിന്റെ ഷൂട്ട് കഴിഞ്ഞാൽ ഉടൻ ഒരു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിന്റെ ഫസ്റ്റ് സിംഗിൾ വരും. പിന്നെ മാർച്ച് 28-നാണ് റിലീസ് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അതെ, മാർച്ച് 28. അത് ശരി. എമ്പുരാനോട് മുട്ടാനുള്ള പ്ലാനാ? അത്രയ്ക്ക് ധൈര്യം കൊണ്ട് വന്ന് മുട്ടിയിട്ട് പോട്ടെ. അങ്ങനെ പറയല്ലേ?
മുട്ടാൻ കഴിയും, മുട്ടിക്കോട്ടെ, അതാ പറഞ്ഞ മുട്ടിട്ട് പോട്ടെ എന്ന് പറഞ്ഞത്. നമുക്ക് ദോഷം ചെയ്യുമെന്നുള്ളതാണ്. അവിടെ റിലീസിന് നമുക്ക് ദോഷം ചെയ്യും, എത്രേ ഉള്ളൂ. അതാണ്. അല്ലാണ്ട് എമ്പുരാന്റെ ഒന്നും കാൽഭാഗം ഉണ്ടാവില്ല. അല്ല, നമ്മള് കുറച്ച് വലിയ പരിപാടിയല്ലേ പിടിക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. തെലുങ്കില് തിയേറ്റർ ഒന്ന് കുറച്ച് കുറയുമെന്നുള്ളത് അതൊക്കെ മാറ്റോടും. മാറ്റായിരിക്കും. ഓക്കെ, അടുത്ത കിഴി അല്ലയാ UI. ഓക്കെ, ഉപേന്ദ്ര നായകനാവുന്ന സിനിമയാണ്. ആൾ തന്നെയാണ് ഇതിന്റെ സംവിധാനം. സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. US സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഒഫീഷ്യൽ സെൻസർ റിപ്പോർട്ടല്ല കിട്ടിയതിന്റെ അനൗൺസ്മെന്റ് പോസ്റ്റർ. നല്ല കിട്ടില്ല പോസ്റ്റർ. എന്താവുന്നുള്ളത് കണ്ടറിയാട്ടോ സിനിമ. റൈഫിൾ ക്ലബ് സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. UA സർട്ടിഫിക്കറ്റ്. ആഷിഖ് കപൂർ സംവിധാനം ചെയ്യുന്ന സിനിമ റിലീസിനെത്തുന്നത് December 19, UA എത്തുന്നത് December 20. ഓക്കെ, കൊള്ളാലേ. അല്ലേലും കൊള്ളാം. 19 തീയതി. അടുത്തത് മാർക്കോ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. സിനിമക്ക് ബുക്ക് മൈ ഷോയിൽ 100K ഇൻട്രസ്റ്റ് ഇപ്പോഴേ വന്നിട്ടുണ്ട്. ഓക്കെ, വേറെ ലെവൽ ബ്രോ. പൃഥ്വിരാജ് പറഞ്ഞ പോലെ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആവാനുള്ള ഇത് ഈ ഒരു സിനിമയിൽ നിന്ന് തുടങ്ങുമോ? അതല്ലേലും ഉറപ്പല്ലേ. കാത്തിരുന്ന് ഒരെണ്ണം കിട്ടി. നിലാവുക്ക് എന്മേൽ എന്നടി കോപം. യെസ്, ധനുഷ് ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ്. സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് February 7. ഓക്കെ, ഇനി ഒന്ന് എടുത്ത് ഒപ്പത്തിനൊപ്പം വാ. തമിഴ് ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് റെഡ് ജയന്റ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത കിഴി. ഓക്കെ ഒന്ന് അടിച്ചു കയറി നിൽക്കുക. പിന്നല്ല സംഭവം ഉള്ളിൽ വിഷമൊക്കെ ഉണ്ടേ. കൂളാണെന്ന് കാണിക്കണം. പിന്നത് അല്ലു അർജുൻ ത്രിവിക്രം മൂവി. സംഭവം തമിഴല്ലാന്നുള്ളൂ, സാധനം കൊള്ളൂല സാധനം. ഓക്കെ, പുഷ്പ 2 ശേഷം വരുന്ന സിനിമ എന്ന രീതിയിൽ വരുമ്പോഴേ എന്തായിരിക്കും എന്ന് ചിന്തിച്ച് നോക്ക്. അടുത്ത റെക്കോർഡുകൾ മൊത്തം തൂക്കുവോ? എന്തായാലും പുഷ്പ 2 ഉടനെ റെക്കോർഡൊന്നും തൂക്കാൻ സാധ്യതല്ല. കാരണം പുഷ്പ 2, അതായത് പുഷ്പ എന്നത് ഒരു ബ്രാൻഡാണ്. അല്ലു അർജുൻ എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് വളർന്നിട്ടുണ്ട് പുഷ്പ. അതെ, പുഷ്പരാജ്. ഓക്കെ, എന്തായാലും ത്രിവിക്രം സംവിധാനം ചെയ്യുന്ന അടുത്ത അല്ലു അർജുൻ മൂവിൻ്റെ സ്പെഷ്യൽ അപ്ഡേറ്റ് ഉണ്ട്. സിനിമ ഉടനടി ഷൂട്ട് തുടങ്ങുമെന്നുള്ളതാണ് കേൾക്കുന്നത്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് വീഡിയോ വരുന്നുണ്ട് സംക്രാന്തിക്ക്. ഓക്കെ, എൻ്റെ സംക്രാന്തിന്റെ ദിവസം ദൂരമാണെന്നാണ് ഒരു സമാധാനം, ഒരു തൊയിരം അത് കിട്ടും. ഒരു തൊയിരം കിട്ടില്ല. മാർച്ചിലല്ലേ ഷൂട്ട് തുടങ്ങാം? മാർച്ചിലാണ് ഷൂട്ട് തുടങ്ങുന്നത്. ഓക്കെ, അടുത്തത് ജിത്തു മാധവൻ ലാലേട്ടൻ മൂവി. എന്താ മോനെ, എടാ മോനെ, അത് കഴിഞ്ഞിട്ട് എന്താ ശരിക്കും ട്രെൻഡാക്കി കൊണ്ടുവരല്ലേ. എന്താ മോനെ, 2025 മിഡോടെ സിനിമയുടെ ഷൂട്ട് തുടങ്ങും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതിപ്പോ 2 ഉണ്ടായിരുന്നു. അടുത്ത രീതി ലിയോ 2. എൻ്റെ മോനെ, ലിയോ 2 സിനിമയുടെ ഒരു ഫാൻ മെയ്ഡ് ഫോട്ടോ വന്നിട്ടുണ്ട്. സ്റ്റില്ലാണ് സംഭവം. ഫാൻ മെയ്ഡ് ആണെങ്കിലും ഇതിങ്ങനെ കാണുമ്പോഴേ ഇത് സംഭവിച്ചാൽ എന്നിങ്ങനെ തോന്നിപ്പോവാനുള്ളിൽ. സംഭവിക്കൂല 100% അറിയാമെങ്കിലും സംഭവിപ്പിച്ചൊന്ന് കാണിച്ചു. ചെറുക്കം അങ്ങോട്ട് പൊട്ടി നിർത്തിക്കോ. 2026 മത്സരത്തില് തിരിച്ചങ്ങ് വരും. ലോകേഷിനെ വിളിക്കും, ലോകേഷാ എനിക്കൊരു വമ്പൻ തിരിച്ചു വരവേണം, ആ ലിയോ 2 അങ്ങ് ഇറങ്ങിവിടാ എന്നൊക്കെ പറഞ്ഞാൽ വിജയ് തോൽക്കൂല. പക്ഷേ ടീം മൊത്തം തോൽക്കൂലേ? അതുകൊണ്ട് വിജയ് ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വിജയ് അതിന്റെ ബാക്കി അടുത്ത ഇലക്ഷനിൽ എങ്ങനെ ജയിക്കാം എന്നുള്ളതിനെ കുറിച്ചായിരിക്കും. ഒരു കാര്യണ്ടേ, അതായത് ആള് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് താരങ്ങൾ ഇതിനായിട്ട് ഇറങ്ങിയിട്ട് അവർ വിജയിച്ചു, മറ്റുള്ളവരെല്ലാവരും തോറ്റിട്ട്. അതായത് രാഷ്ട്രീയത്തിൽ പച്ച പിടിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ പച്ച പിടിക്കോളം പണിയെടുത്തിട്ട് ഇനി വിജയ് കളം വിടുള്ളൂ, ഉറപ്പാ. ഇനി ആ കളം വിടൂലാണ്, ഉറപ്പാ. അതിനു വേണ്ടിട്ട് ജീവിക്കും. ഇനി സിനിമ അടുത്തത് സംഭവിക്കുമെന്നാണ്. അതിന്റെ ഇടയിലൂടെയൊക്കെ ഓരോ സിനിമയൊക്കെ ചെയ്യാലേ, ഇടയ്ക്ക് വന്നിട്ടൊന്ന് ചെയ്തിട്ട് പോവാ. നോക്കാം. എന്താണെങ്കിലും രേഖാചിത്രം സിനിമയുടെ ടീസർ
റെഡി ആയിട്ടുണ്ട്, ഉടനെ തന്നെ പുറത്തു വരും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ. മമ്മൂക്കേന്റെ കാമിയോ നമുക്ക് പറഞ്ഞിട്ടില്ലായിരുന്നോ, DAGing, സോറി AI, അത് ഉണ്ടാവും എന്നുള്ളത് കൺഫേം ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പം എന്തായാലും ജനുവരി 9 സിനിമ റിലീസ് നടത്തുന്നത്. ആസിഫ് അലി, അനശ്വര രാജൻ ഇവർ രണ്ടുപേരും പ്രധാന കഥാപാത്രങ്ങളാവുന്ന സിനിമയാണ്. ആസിഫ് അലിയുടെ അടുത്തൊരു പോലീസ് സ്റ്റോറി. എന്തായാലും സംഭവം വമ്പൻ ഹിറ്റ് ആവട്ടെ, കിഷ്കിൻ്റെ ഒക്കെ പോലെ അല്ലേ, നല്ലൊരു സിനിമ ആവട്ടെ. ഓക്കെ. അടുത്ത കിഴി സൂര്യ അമൽ നീരദ് മൂവി. അരമാർക്ക് കൊടുക്കാം. 1.5 മതി. അരമാർക്ക് തരൂല, മലയാള ഡയറക്ടർ മലയാളം ആയതുകൊണ്ട്. മറ്റത് ഞാൻ മറന്നുപോയിരുന്നു. ഇതിനരമാർക്ക് തരാന്ന് വിചാരിച്ചൊരു മനസ്സിൽ കണക്ക് കൂട്ടി ഇങ്ങനെ വെച്ചേക്കായിരിക്കും. ഏതെങ്കിലും ഒന്ന് വരുമ്പോ ഒരു അരമാർക്ക് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് താത്താന്ന് കരുതുക. ഇത് 1.5 ആയത് മറന്നുപോയി. ഓക്കെ. അമൽ നീരദ് സൂര്യ മൂവി, ഇത് കുറേ കാലങ്ങളായിട്ട് വരുന്നൊരു റൂമേഴ്സാണ്. ഇപ്പോഴും അത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അമൽ നീരദ് ഒരു സ്റ്റോറി നമ്മുടെ സൂര്യയെ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏതാണ്ട് ഓക്കെ ആണ് അല്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കിടക്കുകയായിരുന്നു. എന്തായാലും അത് സൂര്യക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ സിനിമ. ആ സ്റ്റോറി ഒരു മലയാളത്തിലെ മമ്മൂക്ക സിനിമയുടെ റീമേക്കാണ് എന്നുള്ളതാണ് കേട്ടിരുന്നത്. അതായത് മൃഗയാണോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. മൃഗയ ഡൗട്ടാണ്. മൃഗയ പഴയ രീതിയിലല്ല, അതിൻ്റെ പുതിയ രീതിയിലുള്ള വെർഷൻ. അതായത് ആളൊരു ഹണ്ടറായിരിക്കും, ഏത് കടുവളയും സിംഹത്തിനെയൊക്കെ വേട്ടയാടുന്ന ഒരാളായിരിക്കും, പക്ഷെ പുതിയ രീതിയിലായിരിക്കും. എന്തായാലും അത് ഈ ഇയോബിൻ്റെ രീതിയിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ, ഇയോബിൻ്റെ രീതിയല്ല, ഇയോബിൻ്റെ പുസ്തകം സിനിമയുടെ ആ ഒരു ശൈലിയിലെ ആള് മേക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു സംഭവബഹുലമായ സിനിമയായിരിക്കും. എന്തായാലും 40 ദിവസത്തെ ഷൂട്ടുള്ളൂ ഈ സിനിമക്ക് മൊത്തത്തിൽ എന്നുള്ളതാണ് കേൾക്കുന്നത്. അടുത്ത വർഷത്തിൽ തന്നെ ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നു. പിന്നെ അതെ, പിന്നെ വേറെ എന്തുകൊണ്ടായിരുന്നല്ലോ, അല്ല തമിഴിലും മലയാളത്തിലുമായിട്ട് ഈ സിനിമ വരും. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. നീ പറഞ്ഞതാണോ? സംവിധായകൻ മലയാളിയാണ്. അല്ലല്ല, തമിഴിലും മലയാളത്തിലും വരുന്നതായതുകൊണ്ട് അരമാർക്ക് തരാം എന്നായിരുന്നു പറഞ്ഞായിരുന്നു. പിന്നെയാണ് മറ്റതെടുത്തത് ഓർമ്മ വന്നത്. ശരി. അടുത്തത് പുഷ്പ 2 6 days കളക്ഷൻ 1002 CR. ഭയങ്കരം വെരി ഗുഡ്. എന്താ പറയാ അല്ലേ, ഒന്നും പറയാനില്ല. സംഭവം വളരെ നല്ല ഒരു കാര്യമാണ് അല്ലേ. ഇപ്പോഴും നമുക്ക് കമന്റ്സ് വരും, അയ്യോ എന്തായാലേ കരഞ്ഞു തുടങ്ങിക്കോ എന്നൊക്കെ. ഒരു കരച്ചിലും ഇല്ല, നമുക്ക് എന്താ പ്രശ്നം, ഒരു വിഷയമില്ല. അല്ലെങ്കിൽ ഇപ്പം 1000 കോടി കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യമുള്ളത്? അല്ല, ഞങ്ങൾക്കിത് പുത്തിരിയല്ലല്ലോ. ഇത് എത്ര സിനിമകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മഞ്ഞുമൽ ബോയ്സ്, അതിലും വലുതൊന്നും ഇല്ലല്ലോ മറ്റു ഭാഷാ സിനിമകൾ. അത്രേ ഉള്ളൂ. പിന്നെ അടുത്തത് ജവാന് പത്താൻ, പിന്നെ പണി, പിന്നെ തലവൻ. റിവ്യൂ നെഗറ്റീവ് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? റിവ്യൂവേഴ്സിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെ ഉള്ളൂ. മഞ്ഞുമൽ ബോയ്സ് നെഗറ്റീവ് പറഞ്ഞത് നമ്മൾ തന്നെ ഉള്ളൂ, ഒരാളും ഇല്ല, നമ്മൾ തന്നെ ഉള്ളൂ. വന്നല്ല നമ്മൾ മറ്റേ നീലാകാശത്ത് പോയി തൊട്ടിട്ടൊക്കെ ഞങ്ങൾ തൊട്ട് അവിടെ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ. അത് വേറെ കാര്യം. അവിടെ ഒരുപാട് പേരുള്ളതുകൊണ്ട് അവിടെ ഒരു ലോകം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനൊന്നുമില്ലല്ലേ, ഇത് തന്നെ പറയും. മാർക്കാന്റണിയൊക്കെ ഉണ്ട്. മാർക്കാന്റണി, തല്ലുമാല എത്ര കിടക്കണെങ്കിൽ ലിസ്റ്റ് ഉണ്ട്. പക്ഷെ ഇപ്പോഴും ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ഒരു സംശയമോ കാര്യമില്ല. നമ്മുടെ സിനിമ വിഷൻ, അത് നമ്മുടെ ഒരു വിഷൻ ഉണ്ടാവുള്ളൂ, നമ്മുടെ കാഴ്ചപ്പാട്. അത് വെച്ചിട്ടാണ് ഞങ്ങൾ സിനിമയെ അളക്കാറുള്ളത്. ആ രീതിയിലാണ് ഞങ്ങൾ റിവ്യൂ ചെയ്യാറുള്ളത്. ഒരാളുടെ അഭിപ്രായം നോക്കിയിട്ടല്ല, ഒരു റെസ്പോൺസും ഞങ്ങൾ നോക്കാറില്ല. ഞങ്ങൾക്ക് തോന്നിയത് എന്ത് എന്നുള്ളത് ഞങ്ങൾക്ക് തീരുമാനമെടുക്കാൻ കഴിയും. നമ്മൾ സിനിമ കണ്ടു, ഞങ്ങളുടെ അഭിപ്രായമാണ് പറയുന്നത്. മറ്റുള്ള ആരുടെ സ്വാതന്ത്ര്യത്തിലും കയറിയിട്ട് നിങ്ങൾ ഇത് കാണരുത് ഒരിക്കലും പറഞ്ഞില്ല. അതിന്റെ ആവശ്യം അതെ, മാർട്ടിന് മാത്രം അത് കാണരുത്. നിങ്ങളുടെ പൈസ പോവാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാ, അല്ലാണ്ട് പൈസ പോട്ടെ, ജീവൻ വേണ്ടേ? ജീവൻ വേണമെങ്കിൽ ഓടിക്കോ തന്നെ അത് ഓക്കെ. അല്ലാതെ അത് പറഞ്ഞില്ല, തെറ്റുണ്ടോ? അത് അവര് പറയട്ടെ. മാർട്ടിൻ നിങ്ങൾ പോയി തിയേറ്ററിൽ തന്നെ കാണണം എന്ന് പറയണായിരുന്നു. ആ വഴിക്ക് പോണ്ടെന്ന് പറഞ്ഞു. അത് അങ്ങനെ തന്നെ പറഞ്ഞു.
അത് പറഞ്ഞു. പിന്നെ കങ്കുവൊക്കെ എന്താ പറഞ്ഞു, ജീവൻ വേണമെങ്കിൽ അതായത് ഒരു ഇതിലേക്ക് പോയി കണ്ടോ ഇത് പുഷ്പന്റെ കാര്യത്തിനും പറഞ്ഞിട്ടുള്ളൂ. സമയവും ആ ഒരു വൈബിൽ ഇരുന്ന് കാണാനും പറ്റുന്ന ആൾക്കാർ പോയിക്കോളാനേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ആരും ഇത് പോയി കാണരുത് അങ്ങനത്തെ സംഭവം പറയുന്നില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് സത്യം ഉണ്ടാവും, കണ്ടു പറയൂല. എന്താണെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ. അതെ, നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അത്. ഇത് ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡ് കിട്ടാനും, അതായത് കളക്ഷനിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡ് കിട്ടാനും വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണെന്നുള്ളത്. സോറി ബ്രോ, ചെറുതായിട്ട് മൈക്കൊന്നും മറന്നിട്ടുണ്ട്. എന്തായാലും പോവല്ലോ നമുക്ക്. സൗണ്ടിൽ സംസാരിച്ചതാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.